അല്പനേരം കൊണ്ട് നമുക്ക് വളരെ വിശദമായി ക്ലാസ് എടുത്തു തന്ന സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ആദ്യമായി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അധ്യാപക മേഖലയിൽ നമ്മുടെ മാറ്റത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന മോട്ടിവേഷനും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ സഹായകരമായിട്ട് ഉള്ള ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ നടന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടെ ഏത് ക്ലാസ്സുകളിൽ ഇരുന്നാൽ പോലും അത് അരമണിക്കൂറിൻ്റെ ആയിക്കൊള്ളട്ടെ, 1 മണിക്കൂറിൻ്റെ ആയിക്കൊള്ളട്ടെ, 2 മണിക്കൂറിൻ്റെ ആയിക്കൊള്ളട്ടെ, ഒരു ദിവസം മൊത്തം നീളുന്ന ക്ലാസ് ആയിക്കൊള്ളട്ടെ, ആ ക്ലാസ്സുകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഒരു 10 പുതിയ പോയിൻ്റെങ്കിലും നമുക്ക് ലഭിച്ചോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു ഘടകമാണ്. ആ ഒരു നിലയ്ക്ക് ഇന്ന് ഇവിടെ ഇരുന്ന ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയതായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സാറിന് ലഭിച്ച ആ ഒരു സമയത്തെ വളരെയധികം നീതിപൂർവം കൈകാര്യം ചെയ്യുന്നതിൽ സാറ് വളരെയധികം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനുള്ള ക്ലാസ്സുകൾ നൽകുന്നതിൽ നമുക്കറിയാം, ഈ ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ പ്രിൻസിപ്പൽ സാറും നമ്മളോടൊപ്പം തന്നെ ഈ ക്ലാസ് കേൾക്കുക മാത്രമല്ല ഇതിലൂടെ പങ്കാളിയാകാനും ഒക്കെ നമുക്ക് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു പരിപാടിയുടെ ഒക്കെ തന്നെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും പിന്നെ അതുപോലെ തന്നെ ഇത്തരം ക്ലാസ്സുകളൊക്കെ ഇതേ രീതിയിൽ നടന്നു പോകുന്നതിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമായി വർത്തിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനുള്ള നന്ദി കൂടി ഞാൻ നന്ദി പറയാനുള്ള ആളല്ല, പക്ഷെ എങ്കിൽ പോലും ഇവിടെ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഈ മുന്നോട്ടുള്ള യാത്രയിൽ അത് വെറുമൊരു യാത്രയല്ല, ഒരു ജൈത്രയാത്രയായി